ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ മുതിർന്ന നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജന്റെ ആത്മകഥയെന്ന തരത്തിൽ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടത് ആസൂത്രിത ഗൂഢാലോചനയാണെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. പാർട്ടി മുഖ്യധാരയിലില്ലാത്ത EPയെ കേന്ദ്രീകരിച്ച് ചില ഒളിയുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവന്നതിലൂടെ സൂചന നൽകുന്നത്. ഇതോടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തില്ലാതിരുന്ന EP ഇപ്പോൾ പോളിംഗ് ദിനത്തിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. EP ജയരാജന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ആത്മകഥ എഴുതുകയാണ്, പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. പുറത്തു വന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതല്ല. എഴുതാത്ത കാര്യങ്ങൾ എഴുതി. ഇന്ന് 10:30 പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വാർത്ത കാണുന്നത്. തെറ്റായ നടപടിയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. പുസ്തകം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. അതേസമയം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം പുസ്തകത്തിന്റെ പ്രകാശനം കുറച്ച് ദിവസത്തേക്ക് നീക്കിവച്ചിരിക്കുന്നതായി പ്രസാധകരും അറിയിച്ചു. അപ്പോഴും ഇതിനെല്ലാം പിന്നിൽ ആരാണെന്ന ചോദ്യം CPMൽ സജീവമാണ്. പോളിംഗ് ദിനത്തിൽ അസാധാരണ രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു അംഗത്തിന്റെ മാത്രമേ പിന്തുണയുള്ളൂ. ആ പിന്തുണ ഉയർത്താനെന്ന തരത്തിൽ നെയ്യാറ്റിൻകര MLA സെൽവരാജ് CPMുമായി യുദ്ധം പ്രഖ്യാപിച്ച് രാജിവെച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ വിജയം അനിവാര്യതയായിരുന്നു. എന്നാൽ ആ പ്രചരണത്തിനിടെ TP ചന്ദ്രശേഖരനെ 51 വെട്ടിന് കൊടിസുനിയും കൂട്ടരും കൊന്നു. വേദന അറിയിക്കാൻ TPയുടെ വീട്ടിലേക്ക് പോകാൻ സഖാവ് VS അച്യുതാനന്ദൻ പോയത് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിലായിരുന്നു. അന്ന് KK രമയെ VS ആശ്വസിപ്പിക്കുന്ന ചിത്രവും വീഡിയോയും ആരുടെയും കണ്ണു നനയിപ്പിക്കുന്നതാണ്. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെൽവരാജ് ജയിക്കുകയും ചെയ്തു. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EPയുടെ BJP ബോംബും എത്തി. അപ്പോഴും CPM തകർന്നടിഞ്ഞു. അതിന് സമാനമായിരുന്നു ഇന്ന് ചർച്ചയായ വെളിപ്പെടുത്തലും. എന്നാൽ EPയുടെ നിഷേധം കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഇത് CPMന് ആശ്വാസവുമായി. LDF കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നതുമടക്കം തുറന്നടിക്കുന്ന ജയരാജന്റെ കത്തിപ്പടരാൻ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തുവന്നു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ പ്രധാന പരാമർശം. പാലക്കാടെ സ്ഥാനാർത്ഥി P സരിൻ അവസരവാദിയാണെന്നും പുസ്തകത്തിൽ വിമർശനമുണ്ടെന്നാണ് വാർത്ത. ഇതുടൻ തന്നെ EP നിഷേധിച്ചു. DC പുസ്തക പ്രകാശനവും നീട്ടിവെച്ചു. ഈ സാഹചര്യത്തിലും പുസ്തകത്തിലെ ഭാഗങ്ങൾ ചർച്ചയിൽ തുടരുകയാണ്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു. കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു. 1.5 വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളം. അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ്, അതും പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു കണ്ടതെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും EP തുറന്നടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ.